സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. പൊതുപ്രവർത്തകനായ നവാസ് പായിച്ചറയാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഇന്ന് ഡൽഹിയിലെത്തും. കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ കൂടിക്കാഴ്ച നടത്തും. സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴുള്ളതല്ലാത്ത പുതിയ വാദഗതികൾ സിദ്ദിഖ് സുപ്രീം കോടതി മുൻപാകെ വെച്ചിട്ടുണ്ട്. അതടക്കം പ്രതിരോധിക്കാനാണോ ഈ മെറിൻ ജോസഫ് അടക്കം ഇപ്പോൾ പ്രോസിക്യൂഷനുമായി ചർച്ച നടത്തുന്നത്? എന്തൊക്കെയാണ് നീക്കങ്ങൾ? വേണു, ഹൈക്കോടതിയിൽ നിന്നും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. സിദ്ദിഖിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ ഉത്തരവിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിജീവിതയെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയെ തന്നെ സുപ്രീം കോടതിയിൽ തന്റെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനവും അതിജീവിതയും മറ്റ് നിയമ നീക്കങ്ങൾ നടത്തുകയും തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനം മുതിർന്ന അഭിഭാഷകരെ തന്നെ ഈ കേസിൽ തടസ്സ ഹർജിയിൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ ഹാജരാക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സുപ്രീം കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ ഐശ്വര്യ ഭാട്ടിയാകും സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക. ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുന്നതിനുമായാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും. അതേസമയം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യം, ഹൈക്കോടതിയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് ഇത്തരത്തിലേക്ക് ഈ തനിക്കെതിരായ കേസിന് പിന്നിൽ എന്നുള്ളതാണ്. WCCയും അമ്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തന്നെ ഇത്തരത്തിൽ ഇരയാക്കാൻ ഇടയാക്കിയത് എന്നും ഒപ്പം തന്നെ പോലീസ് മതിയായ അന്വേഷണം നടത്താതെയാണ് തനിക്കെതിരെ കേസെടുത്തത് എന്നതടക്കമുള്ള വാദങ്ങളാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നാളെ ആണ് ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നാളെ സുപ്രീം കോടതിയിലെ 62ാമത്തെ ഐറ്റമായാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.